പേരക്ക കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ചട്നി ആയിട്ട് ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിനും നമുക്ക് എടുക്കാം. ഇത് പേരക്കായും പച്ച കുരുമുളകും കൂടി ചേർത്തിട്ടാണ് ഞാൻ ചമ്മന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് പച്ചച്ചൂനാനായാലും നല്ലതാണ്. അപ്പോൾ ഇത് കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്യാം. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് പേരക്കായ നമ്മൾ ഈ ഒരു കുരുവുള്ള പോർഷൻ മാറ്റണം. ഇതുപോലെ മാറ്റി കളഞ്ഞ് ഇതുപോലെ തൊണ്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് ചെറുതാക്കിയിട്ടിടാം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും അങ്ങനെ ചെയ്യാം. ഈ ഒരു കുരുവുള്ള പോർഷൻ ചമ്മന്തിയിൽ അരച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ട് കിടക്കും. അപ്പോൾ അത് നമ്മൾ മാറ്റിക്കളയണം. നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ച പേരക്കായ അതിലേക്ക് പച്ച കുരുമുളക്, പിന്നെ നമ്മൾ പച്ച ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ചേർക്കണത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടും ചെയ്യും, നല്ലൊരു കൊഴുപ്പ് കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് മല്ലിയില ചേർക്കണം, ഉപ്പ് ചേർക്കണം, ജീരകപ്പൊടി. ചെറിയ ജാറിൽ കൊള്ളില്ല. അപ്പോൾ എല്ലാം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടത് മുഴുവൻ നമ്മൾ വലിയ ജാറിലിടുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില ഒരു കെട്ട്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞത്, ജീരകം പൊടിച്ചത് 1 സ്പൂൺ. ഇനി എല്ലാതും കൂടി നല്ലോണം ഒന്ന് അരച്ചു കൊണ്ടുവരാം. നല്ലോണം ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല പ്രോട്ടീനായിട്ടുള്ള നല്ല വിറ്റാമിൻ ഉള്ള പേരക്ക ചമ്മന്തി തയ്യാറായിട്ട് ഇത് ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ചട്നി, ദോശ അങ്ങനെ എല്ലാത്തിനും, ചോറിന് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കുരു ഒഴിവാക്കണം. കുരു ഒഴിവാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കാം, ഒരു പോറ്റ് വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇത്തിരി ഇഷ്ടം കുറവുള്ള കാരണമാണ് ഞാൻ ഇഞ്ചി ചേർക്കാൻ. അപ്പോൾ നമ്മുടെ നല്ലൊരു ഗ്രീൻ കളറിലുള്ളൊരു ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. പേരക്കായയുടെ ചമ്മന്തിന് വളരെയധികം ഹെൽത്ത്ഫുള്ളാണിത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.